മക്കളെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പേരുള്ള ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത്. നമുക്ക് ഉണ്ണായി വാര്യരെ പരിചയപ്പെടാം. പ്രശസ്തനായ കവി, ആട്ടക്കഥാകൃത്ത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനനം. നളചരിതം ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ കവിയാണ് ഉണ്ണായി വാര്യർ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഗിരിജാ കല്യാണം, ഗീതാപ്രബന്ധം, നളചരിതം ആട്ടക്കഥ, രാമപഞ്ചശതി. ഒന്നുകൂടെ പറയാം: ഗീതാപ്രബന്ധം, നളചരിതം ആട്ടക്കഥ, ഗിരിജാ കല്യാണം, രാമപഞ്ചശതി. കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥ അരങ്ങത്തെത്തുമ്പോഴാണ് പൂർണ്ണതയിൽ എത്തുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിക്ക് രൂപം നൽകിയത്. ഉണ്ണായി വാര്യർ രചിച്ച ആട്ടക്കഥ സാഹിത്യകൃതി എന്ന നിലയിൽ തന്നെ പ്രസിദ്ധമാണ്. ഇവിടെ കവിത തുടങ്ങുന്നതിന് മുമ്പ് 2 വരികൾ കൊടുത്തിട്ടുണ്ട്: വാക്കുകൾ പൂക്കുന്ന പൊയ്ക, നീന്തിത്തുടിക്കുന്ന സ്വാതന്ത്ര്യം. വാക്കുകൾ പൂക്കുന്ന പൊയ്കയായിരുന്നു എഴുത്തച്ഛൻ്റെ കാവ്യലോകം. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ ഭാഷ എത്രമാത്രം വികാസം പ്രാപിച്ചെന്നും അത് പിന്നീട് ഉണ്ണായി വാര്യരിലേക്ക് എത്തുമ്പോഴേക്കും ഭാഷ നീന്തിത്തുടിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിലേറി കഴിഞ്ഞിരുന്നു. ഉണ്ണായി വാര്യരുടെ കാലമായപ്പോഴേക്കും ഭാഷ എഴുത്തച്ഛനിൽ നിന്നും ഏറെ വികസിച്ചു കഴിഞ്ഞിരുന്നു. ആ അർത്ഥത്തിൽ ഭാഷ വിമോചനത്തിൻ്റെ ആയുധമാണ് എന്ന ആശയമാണ് ഈ 2 വരികളിലും ഉള്ളത്. ഇനി നമുക്ക് നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. മഹാഭാരതം ആരണ്യപർവ്വത്തിലെ 52 മുതൽ 79 വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട നളോപാഖ്യാനമാണ് 4 ദിവസത്തെ അഭിനയത്തിനുതകുന്ന വിധത്തിൽ ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥയിലൂടെ പുനരാഖ്യാനം നടത്തിയിരുന്നത്. ഏതൊക്കെ ഭാഗമാണ്? മഹാഭാരതം ആരണ്യപർവം. ഏത് പർവ്വമാണ്? മഹാഭാരതം ആരണ്യപർവം. പർവ്വത്തിലെ എത്ര മുതൽ എത്ര വരെയുള്ള അധ്യായമാണ്? 52 മുതൽ 79 വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട നളോപാഖ്യാനം. അത് എത്ര ദിവസത്തെ കഥയാണെന്ന് ചോദിച്ചാൽ 4 ദിവസത്തെ കഥയാണ്. നിഷധ രാജാവായ നളന്റെയും വിദർഭ രാജപുത്രിയായ ദമയന്തിയുടെയും പ്രണയവും വിവാഹവും വിരഹവും ഒടുവിൽ കലിദോഷമെല്ലാം തീർന്ന് ദമയന്തിയോട് ഒന്നിച്ച് ജീവിക്കുന്ന അതുമാണ് നളചരിതം കഥ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വിദർഭയിലെ രാജാവാണ് ഭീമന്റെ പുത്രിയാണ് ദമയന്തി. അതുകൊണ്ട് തന്നെ ദമയന്തിയെ ഭൈമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് കുട്ടികൾ ഓർക്കുക. നളൻ ഇങ്ങനെ ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു എന്ന് വെച്ചാൽ എന്താണ്? ആകൃഷ്ടനാവുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. എന്താണ്? ഹംസത്തെ സ്വർണ്ണ നിറത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അരയന്നത്തെ നളൻ കാണുകയും അതിനെ പിടികൂടുന്നതുമാണ് നമ്മുടെ പാഠത്തിൻ്റെ സന്ദർഭം. ഖണ്ഡാരം. എന്താണ് ഖണ്ഡാരം? സംഗീതത്തിലെ ഒരു രാഗമാണ് ഖണ്ഡാരം. ഈ ആട്ടക്കഥയിൽ ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താളം എന്ന് പറഞ്ഞാൽ അടന്ത,
ഈ അടന്താ താളത്തിലുമാണ് ഈ ആട്ടക്കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ശ്ലോകം: അനക്കം കൂടാതെ നരവരനണഞ്ഞാശു കുതുകാതനർഘ സ്വർണാഭം ശൈതമരയന്ന പരിവൃഢം. ഇവിടെ ശ്ലോകം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് നടന്ന കാര്യങ്ങൾ, അത് നമ്മൾ ചുരുക്കി പറഞ്ഞ് അടുത്ത കഥയിലേക്ക് കടക്കുന്ന രീതിയാണ് ശ്ലോകം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് നടന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവിച്ച കാര്യങ്ങൾ ഒക്കെ ഇതിലാണ് ചുരുക്കി പറയുക. കാര്യങ്ങൾ ചുരുക്കി പറയുന്നത് ആണ് ശ്ലോകം എന്ന് നമുക്ക് ഇതിൽ കാണാം ആട്ടക്കഥയിൽ. ഇനി അടുത്തത്: അനക്കം കൂടാതെ നരവരനണഞ്ഞാശു എന്ന് പറയുന്നുണ്ടല്ലോ. അനക്കം കൂടാതെ, ഒരു അനക്കവുമില്ലാതെ, നരവരനണഞ്ഞാശു. നരവരൻ എന്ന് പറഞ്ഞാൽ നരന്മാരിൽ വെച്ച്, മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ. അതാരാണ്? നളരാജാവ്. നളരാജാവ് കുതുക, കുതുക എന്ന് പറഞ്ഞാൽ താല്പര്യത്താൽ അല്ലെങ്കിൽ കൗതുകത്തോടുകൂടി അദ്ദേഹം അനർഘ സ്വർണാഭം ശൈതമരയന്ന പരിവൃഢം. അനർഘം എന്ന് പറഞ്ഞാൽ അമൂല്യമായ, സ്വർണാഭം സ്വർണത്തിൻ്റെ ശോഭയുള്ളവനായ, ശോഭയോട് കൂടിയ, ശൈതം ഉറങ്ങുകയായിരുന്ന അരയന്നത്തെ, പരിവൃഢം പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അല്ലേ? പരിവൃഢം പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അപ്പോൾ ഇങ്ങനെ അരയന്ന ശ്രേഷ്ഠനായിട്ടുള്ള, അരയന്നത്തിൻ്റെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഒരു അതിനെ പിടിക്കാൻ വേണ്ടി നളൻ പോകുകയാണ്. ഇണക്കാമെന്നോർത്തങ്ങിതമൊടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനധ രുരോധാതി കരുണം എന്ന് പറഞ്ഞാൽ, അനക്കം കൂടാതെ നളൻ ഈ ഹംസത്തെ, സ്വർണ്ണവർണ്ണമുള്ള മനോഹരമായിട്ടുള്ള അരയന്നത്തെ പിടിക്കാൻ വേണ്ടി പതിയെ ചെന്നു. അപ്പോൾ ഇത് എന്താ, അരയന്നം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ കിടന്നുറങ്ങുകയായിരുന്നു അല്ലേ? അറിയാതെ പോയി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇണക്കാമെന്നോർത്തിട്ടാണ് അല്ലേ? ഇണക്കാമെന്നോർത്തിട്ടാണ് അതിനെ പിടിക്കാൻ പോയത്. കനക്കും ശോകം പൂണ്ടവനത. അപ്പോൾ കനക്കും ശോകം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ശോകത്തോടുകൂടി, വർദ്ധിച്ച സങ്കടത്തോടുകൂടി, അധ അനന്തരം അല്ലെങ്കിൽ പിന്നീട് എന്ന അർത്ഥമാണ് അധ എന്ന് പറഞ്ഞാൽ. അവനധ രുരോധാതി കരുണം. രുരോധാതി കരഞ്ഞു, കേൾക്കുന്നവർക്ക് ദയ തോന്നുന്ന തരത്തിൽ ഉച്ചത്തിൽ കരഞ്ഞു. ആര്? നമ്മുടെ ഹംസം. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. അപ്പോഴാണ് പറയുന്നത് ശിവ ശിവ. നമുക്ക് പറയാം ഹംസം ഇതിൽ പറയുന്നുണ്ട്, ഹംസാണ് ഇത് പറയുന്നത്. പദം പല്ലവി എന്നൊക്കെ കാണുന്നുണ്ട് ആട്ടക്കഥയിൽ. ഈ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഈ പല്ലവി ആവർത്തിച്ച് പറയുകയാണ്, ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. ഈ രാജേന്ദ്രൻ എന്നെ, രാജേന്ദ്രൻ എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ രാജാവ് എന്നെ ചതിച്ചു കൊല്ലാൻ പോകുന്നു. വിവശം നിരവലംബം മമ കുടുംബവുമിനി. വിവശം എന്നതിൻ്റെ അർത്ഥം ക്ഷീണിതനാകും എന്നാണ് അല്ലേ? ക്ഷീണിതമാകും. നിരവലംബം ആരും ആശ്രയമില്ലാത്ത തൻ്റെ കുടുംബം അനാഥമായി പോവുമല്ലോ എന്നാണ്. കുടുംബവും ഇനി എന്ന് വെച്ചാൽ കുടുംബം അനാഥമായി പോവുമല്ലോ എന്നോർത്താണ് ശിവ ശിവ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അരയന്നം കരയുന്നത്. ജനകൻ മരിച്ചുപോയി, തനയൻ ഞാനൊരുത്തൻ, ജനനി തൻ്റെ ദശ ഇങ്ങനെ. അച്ഛൻ മരിച്ചുപോയി അല്ലേ? ഹംസം പറയാണ്. നളൻ പിടിക്കാൻ പോയപ്പോൾ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് അല്ലേ? ഉച്ചത്തിൽ കരയാണ് ചെയ്യുന്നത് ഹംസം. അപ്പോൾ പറയാണ് ജനകൻ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, തനയൻ ഞാൻ ഒരുത്തനൻ. തനയൻ എന്ന് വെച്ചാൽ പുത്രനായിട്ടുള്ള ഞാൻ ഒരുത്തൻ. ജനനി തൻ്റെ ദശ ഇങ്ങനെ. എൻ്റെ അമ്മക്ക് ആകെ ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ. ആ തൻ്റെ ജനനിയുടെ ദശ ഇങ്ങനെ. അഭിച്ച അതുമാത്രമല്ല, ദയിത എൻ്റെ ഭാര്യ, കളിയല്ല അതിചിരസൂത പ്രാണൻ. എന്ന് വെച്ചാൽ എന്താണ്? കളിയല്ല, പ്രസവിച്ചിട്ട് അധിക നാൾ കഴിഞ്ഞില്ല. എന്താ? അതിനു മുമ്പേ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധിക നാൾ പോലും ആയിട്ടില്ല. അപ്പോൾ കളയും അതി വിദുര എന്നാൽ കുലമിധമഖില മറുതി വന്നിതു.
എന്താണ് കളയും അതിവിദുര, അതിവിദുര, അതിദുഃഖിത, അല്ലെങ്കിൽ അവൾ അതിദുഃഖിതയായിട്ട് പ്രാണൻ കളയും. എന്നാൽ അതോടെ തൻ്റെ കുലം ഇല്ലാതായി തീരും എന്നാണ്. അഖിലം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ എന്നാണ് കേട്ടോ, മുഴുവൻ എന്നാണ് അർത്ഥം. ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ, ജനനി തൻ്റെ ദശയിങ്ങനെ. നമ്മൾ പറഞ്ഞ വരികളാണ്, ഒന്നുകൂടെ പറയാം. ജനകൻ മരിച്ചുപോയി, അച്ഛൻ മരിച്ചു, പുത്രനായിട്ടുള്ള ഞാൻ മാത്രമേ, എൻ്റെ മാതാവിന് ഞാൻ മാത്രമേ പുത്രനായിട്ടുള്ളൂ, എൻ്റെ അമ്മയുടെ ദശ ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ്, അത് മാത്രമല്ല, എന്താണ്, എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധികം നാളായിട്ടില്ല, അവളാണെങ്കിലോ ഈ വാർത്ത അറിഞ്ഞാൽ അവളും പ്രാണൻ വെടിയും എന്നാണ് ഇവിടെ പറഞ്ഞത്. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തപ ഭൂവതേ. അപ്പോൾ ചെറുതായിട്ട് പോലും ഒരു പിഴ പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ എന്ന് വെച്ചാൽ എന്താണ് അവിടെ അർത്ഥം? ഒരു പിഴ പോലും, പിഴ പറഞ്ഞാൽ ദുഃഖം എന്നാണ് ഇവിടെ അർത്ഥമുള്ളത്. ബഹുദുരിതം, ഭയങ്കരമായ കഷ്ടപ്പാട് നിങ്ങൾക്ക് വന്നുപെടും എന്നാണ് ആരോട് പറയുന്നത്? രാജാവിനോട് പറയുന്നത്. തവ ഭൂവതേ, തവ എന്ന് പറഞ്ഞാൽ നിനക്ക് വന്നു ചേരും. മനസ്സി രുചിജനകം എൻ്റെ ചിറകും മണി കനകം, ഇതുകൊണ്ടാകാം നീ ധനികൻ, അയ്യോ ഗുണവും അനവധി ദോഷമായി മായത് എന്നാണ്. ഗുണവും അനവധി ദോഷമായത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മനസ്സി രുചിജനകം എന്ന് വെച്ചാൽ നിനക്ക് എൻ്റെ ചിറക് കണ്ടപ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ടായി, നല്ല മണി കനകമാണെന്ന് കരുതി എന്നെ പിടിച്ചതാണ്, ഇതുകൊണ്ട് നിനക്ക് ധനികനാവാൻ പറ്റില്ല കേട്ടോ. അതാണ് പറയുന്നത്, ധനികനാകാൻ പറ്റില്ല. അയ്യോ ഗുണവും അനവധി ദോഷവും, തന്നെ പ്രശ്നങ്ങൾ പറയുകയാണ് ഇവിടെ അല്ലേ. ഗുണവും അനവധിയാണ്, പക്ഷേ ദോഷങ്ങളും അതിനോടൊപ്പം ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആനയുടെ കാര്യം. ആനക്കൊമ്പ് വളരെ വിലപിടിപ്പുള്ള ഒരു അമൂല്യമായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു തരത്തിൽ ദോഷമായിട്ടും വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആനക്കൊമ്പ് കൊണ്ടാണല്ലോ നമ്മൾ വിലപിടിപ്പുള്ള കരകൗശല വസ്തുക്കളും ഒക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് വേട്ടയാടപ്പെടുന്നു അല്ലേ, ആനയെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അത് അതിന് തന്നെ ദോഷമായിട്ട് ഭവിക്കുന്നു അല്ലേ. അതാണ്. അതുപോലെ കസ്തൂരിമാനിൻ്റെ നാഭിയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യമായ കസ്തൂരി, നമുക്കറിയാം ഇത്രയും അകലെ അതിൻ്റെ കസ്തൂരി മാനിന് അറിയില്ല തൻ്റെ നാഭിയിൽ നിന്നാണ് ഈ ഗന്ധം പുറത്തേക്ക് വരുന്നതെന്ന്. സുഗന്ധം അത് മണത്ത് അല്ലേ, മണം പിടിച്ചിങ്ങനെ നടക്കും, പക്ഷേ അതിനറിയേയില്ല അതിൻ്റെ നാഭിയിൽ നിന്നാണ് ഇത് വരുന്നതെന്ന്. അത്രമാത്രം ആ ഒരു സുഗന്ധദ്രവ്യമാണ് അതിൻ്റെ നാഭിയിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഈ കസ്തൂരി മാനിനെ, ഈ പ്രത്യേക തരത്തിലുള്ള മാനിനെ വേട്ടയാടുന്നുണ്ട് ജനങ്ങൾ. അപ്പോൾ അതും അതിന് ദോഷമായിട്ട് വരികയാണ് അല്ലേ, അതിൻ്റെ ഗുണമാണ് അതിന് ദോഷമാകുന്നത്. അതാണ് ഇവിടെ നമ്മളെ ഇത് പറയുന്നത്. അരയന്നം പറയുന്നതും തൻ്റെ സ്വർണ്ണ നിറമുള്ള ആ ചിറക് കണ്ടിട്ട് ആണല്ലോ എന്നെ പിടിച്ചത്, അല്ലെങ്കിൽ എന്നെ അത്രമാത്രം ആകർഷകമായതുകൊണ്ടായിരിക്കാം പിടിക്കപ്പെട്ടത് അല്ലേ. അത് തനിക്ക് വിനയായി ദോഷമായിട്ട് വന്നിരിക്കുന്നു. സ്വർണ്ണവർണ്ണമുള്ള ചിറക് എന്ന് പറയുമ്പോൾ അതൊരു ഗുണമാണല്ലോ അരയന്നത്തെ സംബന്ധിച്ച്. പക്ഷെ അതെന്തായിട്ട് മാറുന്നു? തൻ്റെ ജീവിതത്തിൽ അതൊരു ദോഷമായിട്ട് വന്ന് ഭവിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ സൂചിപ്പിച്ചത്. അറിക ഹംസമേ അരുതു പരിദേവിതം, വിരസഭാവമില്ല നിന്നിൽ മേ ദേഹമനുപമിതം കാൺമാൻ, മോഹഭരമുദിതം നിങ്കൽ സ്നേഹമേ വിഹിതം, ന മയാ ദ്രോഹമിത് പൊഴുത മര ഗഘവര ഗുണനിതേ, ഖേദമരുതു തേ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛ നീ. ഇവിടെ സംസ്കൃതവും മലയാളവും ഇങ്ങനെ ചേർത്ത് ഗച്ഛ എന്നുള്ള ഗച്ഛ പോവുക എന്നുള്ള അല്ലേ, ഗച്ഛയാമി കേട്ടിട്ടില്ലേ? ഗച്ഛ എന്നുള്ള പദം സംസ്കൃത വാക്കുകളാണ്. അപ്പോൾ ഈ സംസ്കൃതവും മലയാളവും ഒക്കെ കൂടെ കലർത്തിയാണ് ഈ മനോഹരമായിട്ടുള്ള കാവ്യസൃഷ്ടിയാണ് ഉണ്ണായി വാര്യർ നടത്തിയിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ അത് ദ്വിതീയാക്ഷരപ്രാസം അല്ലെ, ആവർത്തിച്ച് വരുന്നത് നമുക്ക് ദ്വിതീയാക്ഷരപ്രാസം ഇതിൽ കാണാൻ കഴിയും.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. പാഠഭാഗത്തു നിന്ന് എടുത്തെഴുതുക എന്നുള്ള ഒരു ഭാഗത്ത് നിങ്ങളുടെ വരികൾ എഴുതാൻ വേണ്ടി വരുന്നുണ്ട് അല്ലേ, ആവർത്തിച്ച് വരുന്ന പദങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയും ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് പറയുന്നത്? അറിക ഹംസമേ അരുതു പരിദേവിതം എന്ന് വെച്ചാൽ നീ ഇച്ഛ പറഞ്ഞാൽ ആഗ്രഹമാണ്, ഗച്ഛ പോയാലും. ഇവിടെ ഖേദമരുതേ, നിനക്ക് സങ്കടം ഒന്നും ഉണ്ടാകരുതേ എന്നാണ് പറയുന്നത്. എന്താണ്? ഞാൻ അറിഞ്ഞിട്ടല്ല ഇത് നിന്നെ ഞാനൊരു അല്ല വിരസഭാവമില്ല, എനിക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല, അതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നും ഇല്ലാതെയാണ് ഞാൻ നിന്നെ പിടിച്ചത് അല്ലേ. എന്താണ്? അതിനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടോ അല്ലെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതിനോട് ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ് അല്ലെ, സ്നേഹത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ എന്താണ് ഇവിടെ പക്ഷേ തെറ്റിദ്ധരിക്കുന്നത് ആരാണ് ഇവിടെ? നമ്മുടെ അരയന്നം. ഈ പ്രണയ വിവശനായിട്ട് അതിൻ്റെ അകത്തു നിന്നും ഒരു മാറ്റം വരാൻ വേണ്ടി ഇതിനെ ഇണക്കി വളർത്തിയാലോ എന്ന ഒരു ചിന്ത നളനിൽ ഉടലെടുക്കുന്നുണ്ട്. അത് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പം നീ എന്ത് ചെയ്യുക? നീ അങ്ങനെയൊന്നും എന്നെ തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ട് മയാ ദ്രോഹമിതു പൊഴുതു മരഖവര എന്ന് വെച്ചാൽ ഈ പക്ഷി ശ്രേഷ്ഠ, നീ എങ്ങോട്ടാണെങ്കിലും നീ പോയി പറന്നുകൊള്ളുക, നീ നിൻ്റെ ഇഷ്ടത്തോടു കൂടി നീ പറന്നു പോയിക്കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നളചരിതം മാട്ടക്കഥയിലെ 1-ാം ദിവസത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് അറിയാത്തതോ എന്തെങ്കിലും സംശയമുള്ള വാക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ട്, ചോദ്യോത്തരങ്ങൾ. നിങ്ങളെ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ പാഠഭാഗത്തിലുള്ള ആശയം മനസ്സിലാക്കിയാൽ തന്നെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. നിരവലംബം മമ കുടുംബവും, ഇനി തനിക്കൊരാപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് നോക്കൂ. അതിൽ നളചരിതം എന്ന ഒറ്റ ആട്ടക്കഥ കൊണ്ട് തന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് ഉണ്ണായി വാര്യർ. 4 ദിവസമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നളചരിതം ആട്ടക്കഥയിലെ 1-ാം ദിവസത്തിലേതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം. ദമയന്തി എന്ന രാജകുമാരിയുടെ ഗുണഗണങ്ങൾ കേട്ട് അനുരക്തനാകുന്ന നളമഹാരാജാവ് പൂന്തോട്ടത്തിൽ ഉലാത്തുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഹംസത്തെ പിടികൂടുന്നു. തന്നെ കൊല്ലാനാണ് രാജാവ് പിടിച്ചതെന്നോർത്ത് ഹംസം ഉറക്കെ വിലപിക്കുന്നു. തൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നും അമ്മയ്ക്ക് ആശ്രയമായി താൻ മാത്രമേ ഉള്ളൂ എന്നും മാത്രമല്ല തൻ്റെ ഭാര്യ പ്രസവിച്ച് അധിക നാൾ ആയിട്ടില്ലെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമം കൊണ്ട് അവൾ മരണപ്പെടുമെന്നും അത് ഹംസം വ്യാകുലപ്പെടുന്നു. അതുകൂടാതെ തൻ്റെ കുലം നശിച്ചു പോകുമെന്നും ആര് പറയുന്നുണ്ട്? നമ്മുടെ ഹംസം പറയുന്നുണ്ട്. ഇത് കൂടാതെ തെറ്റ് ചെയ്യാത്ത തന്നെ കൊണ്ടാണ് രാജാവിന് തെറ്റ് ചെയ്യാത്ത തന്നെ എന്തിനാണ് പിടിച്ചതെന്നും രാജാവിന് ദുരിതമുണ്ടാകുമെന്നും പണത്തോടുള്ള ആർത്തി കാരണമാണ് നളൻ തന്നെ പിടിച്ചതെന്നും ഹംസം പറയുന്നു. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനിയുള്ളത് നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള നിങ്കൽ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹം ഇതു പൊഴുതു മരഖ എന്താണ് പൊഴുതു ഖഖവര ഗുണനിധേ. വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്ന ഭാഗമാണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള വരികളാണ്, നിങ്ങൾ നോക്കുക. നമ്മൾ പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. നിങ്കൽ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹം ഇതു പൊഴുതു മര ഖഖവര ഗുണനിധേ എന്നാണ് കേട്ടോ.
അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. നമ്മൾ പറഞ്ഞു പോയ ഭാഗം തന്നെയാണ്. അതുപോലെ അടുത്തത് ദ്രോഹമിതു പൊഴുതു മരഘവര ഗുണനിതേ ഖേദമരുതുതേ പറന്നിച്ചൈ കൊത്ത വഴി ഗച്ഛ നീ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞ ദ്വിതീയാക്ഷര പ്രാസം കടന്നു വരുന്നുണ്ട്. ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള വരികൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഓണപരീക്ഷയ്ക്ക് തയ്യാറായിട്ട് നല്ല മാർക്കോടുകൂടെ വാങ്ങിക്കാൻ ശ്രമിക്കുമല്ലോ. അടുത്തത് ചെറുതും പിഴ ചെയ്യാതൊരു എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തപ ഭൂവതെ. നമുക്കറിയാം ഇതെന്താണ് ഇവിടെ സന്ദർഭം പറയുന്നത്. അരയന്നത്തിനെ പിടിക്കുന്നുണ്ടല്ലേ ആര്? നമ്മുടെ നളൻ. ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ, ഒരു പിഴ പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ ദുരിതമുണ്ട് തപ ഭൂവതേ, നിങ്ങൾക്ക് നഷ്ടം അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ അതുകൊണ്ട് ഒന്നും ആവില്ല, നിന്ന് നശിച്ചു പോകും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. ദുരിതമുണ്ട് എന്നാണ് പറയുന്നത്. ദുരിതമുണ്ട് തപ, നിനക്ക് അനേകം ദുരിതം വരാനുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് നമ്മൾ അതിൽ തെളിയുന്ന ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഈ അരയന്നത്തിൻ്റെ ഈ ചിന്തയ്ക്ക് വലിയ സാമൂഹിക പ്രസക്തിയുണ്ട്. നിരവധി കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. ചെറിയൊരു തെറ്റുപോലും ചെയ്യാത്ത തന്നെ യാണ് നളൻ ചതിച്ചു കൊല്ലാനായി പിടിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ എന്നെ കൊല്ലുന്നത് ശരിയാണോ? തെറ്റു ചെയ്യാത്തവൻ ശിക്ഷ അനുഭവിക്കുന്നത് ശരിയാണോ? ഈ സമകാലിക സാഹചര്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. രാജാവിൻ്റെ ചെയ്തിയെ ചോദ്യം ചെയ്തപ്പോഴും അതിരറ്റ കുടുംബസ്നേഹം, സത്യസന്ധത, ആത്മാർത്ഥത എന്നീ ജീവിത മൂല്യങ്ങളും ഹംസം മുറുകെ പിടിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ബാക്കി അധ്യായങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.